എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെടിയെ ഇഷ്ടപ്പെടുന്ന, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ടിപ്പുമായിട്ടാണ്. ഒരുപാട് പേരായിട്ട് എന്നോട് ചോദിക്കുന്നതാണ് ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരൊറ്റ യൂസിൽ തന്നെ നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഒരൊറ്റ തവണ ചെയ്യുമ്പോഴേക്കും റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തിയാൽ പിന്നെ അതിന് ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ക്ഷമ തന്നെ വേണം നമുക്ക്. ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു ടിപ്പ് പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അലോവേരയാണ്. അലോവേര നമ്മളെല്ലാവരും പല പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. മുടിയുടെ ആരോഗ്യത്തിനായാലും മുഖത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നിലനിർത്താനും ഒക്കെ നമുക്ക് അലോവേര യൂസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. അലോവേരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അലോവേരയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം, മഗ്നീഷ്യം, അങ്ങനെ സിങ്ക്, വിറ്റമിൻസ് ഒക്കെ ചെടികൾക്കും വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഫെർട്ടിലൈസറായിട്ടും നമുക്ക് അതേ സമയം തന്നെ പെസ്റ്റിസൈഡായിട്ടൊക്കെ അലോവേര യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടാവണം, എന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അലോവേരയുടെ ചെടി ഇല്ലാത്തവരാണെങ്കിൽ ഒരെണ്ണം നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ട് വളർത്താനായിട്ട് നോക്കുക. അതിനുള്ള ടിപ്സൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അലോവേര വീട്ടിൽ നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ അലോവേരയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ഫെർട്ടിലൈസറായിട്ട് മാറ്റാം. ആദ്യം നമുക്ക് ഒരു തണ്ടെടുത്തിട്ട് അതിന് നന്നായിട്ട് ചെറിയ പീസായിട്ട് ഒരു കത്തി വെച്ച് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പറ്റുന്ന പോലെ നൈസായിട്ടൊക്കെ അരിയാനായിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ ഒരു തണ്ടിന് ഒരു 1.5 ലിറ്റർ വെള്ളമൊക്കെ മതിയാവും. അതൊഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഒരു 5 ദിവസം കഴിഞ്ഞാണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത്. ഇതിപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോൾ കണ്ടില്ലേ, നല്ലൊരു പച്ച കളറിൽ ഇങ്ങനെ വെള്ളം കിട്ടും നമുക്ക്. അപ്പോൾ ആ ഒരു അലോവേരയുടെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലോട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഇലയുടെ ആവശ്യമില്ല, നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ബോട്ടിൽ തടയാനും പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് അരിച്ചെടുത്തിട്ട് നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ലൊരു പെസ്റ്റിസൈഡാണ്, നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സൊക്കെ വീതം നമ്മൾ ചെടിയുടെ കടയ്ക്കലും ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വളർച്ച ഉണ്ടാവും. ഇപ്പോൾ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ വല്ലാണ്ട് മുരടിച്ച് നിൽക്കുന്ന ആ ഒരു തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഒരൊറ്റ യൂസിൽ നിർത്തരുത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. വല്ലാതെ മുരടിച്ചതൊക്കെ ആണെങ്കിൽ ഒരു 3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് നോക്കുക. പിന്നെ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ചെടികളുടെ ആ ഒരു മുരടിപ്പൊക്കെ മാറിയിട്ട് പുതിയ തളിരിലകളൊക്കെ വരാനായിട്ട് തുടങ്ങും. നമുക്കറിയാലോ, ഈ അലോവേര എന്ന് പറഞ്ഞാൽ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. ചെടികളുടെ വേരൊക്കെ പിടിപ്പിക്കാനായിട്ട് നമുക്ക് അലോവേര യൂസ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, തുടക്കത്തിലാണ്. അപ്പോൾ അധികം പേരൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും അത്. നമ്മൾ എന്തെങ്കിലും ചെടിയുടെ തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കില്ലേ, കൊമ്പ് മുറിച്ച് വെക്കുമ്പോൾ അലോവേരയിൽ നമ്മൾ മുക്കിയിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വേര് വരും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അലോവേര. അപ്പോൾ നല്ല റിസൾട്ടുള്ള ഈ ഒരു ടിപ്പും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് തന്ന ഈ ഒരു കൊച്ചു ടിപ്പ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതോടൊപ്പം വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കാനും മറക്കരുത്. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള അലുമിനിയം ഫോയിലിൻ്റെ റീയൂസ് ഐഡിയ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്